ഒഴിഞ്ഞ കുടവുമായി സമരം നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. പാലക്കാട് ഈ ബ്രൂവറി മദ്യനിർമ്മാണ ശാല അനുമതിക്കെതിരായ വലിയ സമരത്തിലേക്ക് വരുന്നു. അവിടെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് ശിവരാജൻ പദ്ധതിയെ പരോക്ഷമായി അനുകൂലിച്ച് സംസാരിച്ചെങ്കിൽ കൂടി ബി ജെ പി അവർ സമരത്തിൽ നിന്ന് പിന്നുള്ള ഇന്നലെ സി കൃഷ്ണകുമാറിൻ്റെ അടക്കം നേതൃത്വത്തിൽ ഇന്നലെ ഒരു സമരമുണ്ടായിരുന്നു. ഇപ്പോൾ കുടം പോലീസിന് നേരെ എറിഞ്ഞാണ് അവരുടെ എറിഞ്ഞ് പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവരെ. നിഖിൽ പ്രമേശ് നിഖിൽ, വ്യത്യസ്ത സമരങ്ങളുമായി ബി ജെ പി മുന്നോട്ടേക്ക് പോവുകയാണ് പാലക്കാട് മദ്യനിർമ്മാണശാല അനുമതിക്കെതിരെ, അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും അഷ്മി, ബി ജെ പി ഈ വിഷയത്തിൽ പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഓരോ ദിവസവും വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുകയാണ്. ഇന്നലെ ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇന്നിപ്പോൾ ഇതാ മന്ത്രി എം പി രാജേഷിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ്, അതായത് കാലിക്കുടങ്ങളുമായി മഹിളാ മോർച്ച പ്രവർത്തകർ മന്ത്രി എം പി രാജേഷിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. ആ വീടിന് അരികിലായി പോലീസ് അവരെ തടഞ്ഞു. അപ്പോൾ ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളടക്കം അവരുടെ ഭാഗത്തു നിന്ന് നടത്തുകയുണ്ടായി. ആ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് കാലിക്കുടങ്ങളും വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിക്ക് അനുമതി നൽകിയതിലൂടെ വലിയ ലാഭം, രാഷ്ട്രീയ സാമ്പത്തിക നേട്ടം മന്ത്രി എം പി രാജേഷ് അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. ജില്ല വലിയ കുടിവെള്ള ക്ഷാമത്തിലേക്ക് അടക്കം പോകുമ്പോൾ അത് ഒരു നിലയ്ക്കും വകവയ്ക്കാതെ ഈ കമ്പനിക്ക് അനുമതി നൽകിയതോടുകൂടി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത്. ഒരു ഭാഗത്ത് ബി ജെ പിക്ക് അകത്ത് തന്നെ ഈ പ്രതിഷേധം സംബന്ധിച്ച് ചെറിയൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എം പി രാജേഷിന്റെ വസതിയിലേക്ക് അവർ ഈ കാലിക്കുടങ്ങളുമായി പ്രതിഷേധം നടത്തുകയും ആ മാർച്ച് ഇപ്പോൾ പോലീസ് തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഹാഷ്മി, ഇന്നിപ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൻ ശിവരാജൻ ഈ ബി ജെ പിയുടെ അവിടുത്തെ പ്രഖ്യാപന നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് ജലചൂഷണമില്ലെങ്കിൽ ആവാം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ നിലപാടിനെ സ്വാധീനിക്കുന്നുണ്ടോ, ബാധിക്കുന്നുണ്ടോ നിഖിൽ? തീർച്ചയായിട്ടും ആ വിഷയത്തിലടക്കം നമ്മൾ അല്പസമയത്തിനകം തന്നെ ഈ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം തേടും. ഹാഷ്മി, ബി ജെ പി നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സി കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കൾ, ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ തേടും. ഔദ്യോഗിക പക്ഷം എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി, ബ്രൂവറി വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും വലിയ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ജില്ല വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക്, ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് ഒരു നിലയ്ക്കും അനുമതി നൽകില്ലെന്നും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുമാണ് ബി ജെ പി ശക്തമായി എടുത്തിട്ടുള്ള ഒരു നിലപാട്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഹാഷ്മി.